എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കളിമണ്ണ് ഉപയോഗിക്കാതെ ഒരു കളിമൺ കൂജയുടെ മോഡൽ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അതപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മോർഫ്യൂസിൻ്റെ ഒരു ബോട്ടിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നീളമുള്ള ഐസ്ക്രീം കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മൂട് ഭാഗം ഞാനങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നതാണ്. നമുക്കിത് ഇതിലേക്ക് വെച്ച് ഒട്ടിച്ചെടുക്കേണ്ടതാണ്. ഫെവി ബോണ്ട് വെച്ച് നമുക്കിതങ്ങ് ഒട്ടിച്ചെടുക്കാം. ഞാനൊരു മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ചും കൂടെ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പേപ്പർ പീസുകൾ ഗ്ലൂവിൽ മുക്കി നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ടും പേപ്പർ ഒട്ടിച്ചെടുക്കണേ. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് പേപ്പർ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് പഴയൊരു ന്യൂസ് പേപ്പറാണ് എടുത്തത്. അപ്പോൾ അതിനകത്തൊരു വാർത്ത കണ്ടപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അതിൽ എഴുതിയേക്കുന്നുണ്ടോ, സൂപ്പറാകണം 2020. 2020 പോയിട്ട് 2021 വരെ ഇതുവരെ സൂപ്പറായിട്ടില്ല. ഇനി എന്ന് സൂപ്പറാകുമോ എന്തോ. അങ്ങനെ ഇതിലൊട്ടിച്ച പേപ്പറെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിവിടെ ഈ വാൾപുട്ടി ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിരിക്കുന്നതാണ്. നമുക്കിനി ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിതിലെല്ലാം പേപ്പർ ഒട്ടിച്ചല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു തടിപ്പൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് വാൾപുട്ടി തന്നെ ഉപയോഗിക്കാമെന്ന് കരുതിയത്. ഇനി വാൾപുട്ടി ഇല്ലാത്തവർക്ക് വൈറ്റ് സിമെൻറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു പേസ്റ്റ് പരുവത്തിലാക്കി ഇതിലങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അഥവാ ഇനി ഇത് രണ്ടും കിട്ടാനുള്ള സാധ്യത ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങിൽ ഒരല്പം ഒരു കുറവ് വരുമെന്നേ ഉള്ളൂ. നമ്മുടെ ഈ കൂജയ്ക്കൊരു മൂടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കിടന്ന പഴയ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മുടെ ഈ ലിക്കർ ബോട്ടിലെ നോസിലിനുള്ളിലിരിക്കുന്ന ഒരു ചെറിയ പീസ് എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അതിനകത്ത് അതേപോലെ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിത് കംപ്ലീറ്റ് ക്ലേ കൊണ്ട് കവർ ചെയ്തെടുക്കേണ്ടതാണ്. ക്ലേ കിട്ടാനില്ലാത്തതുകൊണ്ട് കുട്ടി ഒരു ക്ലേയുടെ പരുവത്തിലാക്കി മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിന് മുകളിലേക്ക് ഒരു സാൻഡ് പേപ്പർ ഇട്ട് റബ്ബ് ചെയ്ത് സർഫസ് ഒക്കെ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാം. ഈ മൂടിയുടെ ഫുൾ മേക്കിംഗ് വീഡിയോ കാണിക്കാൻ സാധിച്ചില്ല. അത് വീഡിയോ അങ്ങ് മിസ്സായിപ്പോയേ. അങ്ങനെ ഇതിപ്പോൾ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ബേസ് കോട്ടായിട്ട് വൈറ്റ് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ പുട്ടിയുടെ മുകളിലേക്ക് ആയതുകൊണ്ട് സിമെൻറ്റ് ബേസ്ഡ് പ്രൈമർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതായിരുന്നു ഏറ്റവും ബെറ്റർ. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വൈറ്റ് അക്രിലിക് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഈ വൈറ്റ് എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിന് മുകളിലേക്ക് ആവശ്യമായിട്ടുള്ള കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ടെറാക്കോട്ട കളറാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഓറഞ്ച് കളറും അതിലേക്ക് ഒരല്പം ബ്രൗണും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു ടെറാക്കോട്ട കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുകയാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പെയിൻറ്റിങ്ങിന് ഒരു സ്മൂത്ത്നെസ് ഇല്ല. ഇതൊരല്പം റഫാണ്, ഒരു തരിതരിപ്പുണ്ട്. ഈ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇത് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ സ്പർശിക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമുക്കൊരു ടെറാക്കോട്ട ബോട്ടിൽ പിടിക്കുന്ന അതേ ഒരു അനുഭവം തന്നെയായിരിക്കും കിട്ടുന്നത്. വീഡിയോയിൽ അത് അത്ര കണ്ട് അറിയണമെന്നില്ല, പക്ഷേ നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഒരു മൺകൂജ തന്നെയാണെന്ന് നമ്മൾ കരുതും. ആ രീതിയിലുള്ള ഒരു ടെക്സ്ചറായിരിക്കും നമുക്ക് ഇതിന് കിട്ടുന്നത്. ഈ പെയിൻ്റെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് സ്പർശിക്കുമ്പോൾ തന്നെ നമ്മളൊരു മൺകൂജയിൽ പിടിക്കുന്ന ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. കളറൊന്നും ഫേഡാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കൂട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്.
ഇതൊരു നോർമൽ കൂജ കണക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് ഉപയോഗിക്കാനൊന്നും പറ്റിയില്ല. ഒരു ഷോ പീസായിട്ട് ടേബിളിന് മുകളിലോ അല്ലെങ്കിൽ ഷോ കേസിലോ ഒക്കെ വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക, ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.